കേരളത്തിലെ ഖജനാവിന് ചുരുങ്ങിയത് 300 കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് സതീശൻ തന്റെ കന്നി ബജറ്റിൽ അവതരിപ്പിച്ച മദ്യനയത്തിലുള്ളത്. UDF സർക്കാരിന്റെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ സതീശൻ ബജറ്റിലൂടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച് കർണാടകയിലടക്കമുള്ള മദ്യമുതലാളിമാർക്ക് നിലവിലെ ലാഭം ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. പറവൂരിൽ നിന്നും മണി ചെയിൻ പറ്റിക്കൽ പരിപാടിയിൽ തുടങ്ങിയ ആളാണ് സതീശൻ എന്നാണ് മുമ്പ് ഒരു കോൺഗ്രസിന്റെ വനിതാ നേതാവ് ആരോപിച്ചത്. പൂക്കിയുടെ ആ പണത്തോടുള്ള ആക്രാന്തം നമ്മുടെ നാടിനെ ഏത് അവസ്ഥയെ കൊണ്ടെത്തിക്കുന്ന അറിയില്ല. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഇടത് സർക്കാർ ആലോചിച്ചപ്പോഴേക്കും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കുന്നേ ഇത് അഴിമതിയാണ് എന്ന് നിലവിളിച്ച മുതലാണ് ഈ സതീശൻ. എന്നിട്ട് മൂപ്പർ അധികാരത്തിലെത്തിയപ്പോൾ മുന്നണിയിലോ സ്വന്തം പാർട്ടിയിലോ എന്തിന് വകുപ്പ് മന്ത്രിയോട് പോലും ആലോചിക്കാതെ സ്വകാര്യ മദ്യ മുതലാളിമാരുടെ അണ്ണാക്കിലേക്ക് കോടികൾ തിരികെ കയറ്റാൻ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 251% നിന്നും 120% കുറക്കാൻ സ്വയം അങ്ങ് തീരുമാനിക്കുന്നു. എന്നിട്ട് അത് ബജറ്റിലൂടെ സ്വയം അങ്ങ് പ്രഖ്യാപിക്കുന്നു. തനിക്ക് മേലെ വേറെ ആരും ഇല്ലെന്നാണ് മൂപ്പരുടെ ഒരു വിചാരം. അല്ല, മൂപ്പര പറഞ്ഞിട്ടും കാര്യമില്ല. പച്ച നുണകളും വിരുദ്ധതകളും ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം തള്ളിയപ്പോഴെങ്കിലും അയാളുടെ ധാർമ്മികത അളക്കാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് മതത്തിന്റെ ധാർമ്മികതയുടെ അളവ് പോലുമായി ഇടതുപക്ഷത്തിന് നേരെ വന്ന മുസ്ലിം ലീഗിനെങ്കിലും കഴിയണമായിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ പിടിച്ച് വിലപേശി 5ാം മന്ത്രിസ്ഥാനം വാങ്ങിയ ലീഗിന് ഇന്ന് സതീശൻ PMC നടപ്പാക്കണം, താൻ നിശ്ചയിക്കുന്ന മദ്യനയം നടപ്പാക്കണം എന്നൊന്നും പറഞ്ഞാലും പിന്നെ മിണ്ടാട്ടില്ല. കാരണം എന്താ? UDFന് 102 സീറ്റുകളാണ്, അത് ലീഗിനുള്ളത് 22 സീറ്റുകൾ. എന്ന് വെച്ചാൽ ലീഗ് ഇല്ലാതെയും 80 സീറ്റുകളുടെ പിൻബലത്തിൽ UDFന് ഭരിക്കാം. അധികാരത്തിനപ്പുറം മതത്തിനും മതധാർമ്മികതയ്ക്കും പുല്ലുവില കൽപ്പിക്കുന്ന ലീഗിനെന്ത് PMC, എന്ത് മദ്യനയം, ദീപസ്തംഭം, മഹാശര്യം, നമുക്കും കിട്ടണം പണം. എന്നാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങി. തുടക്കമിട്ടത് പണ്ട് ഇതേപോലെ ഒരു മദ്യനയ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇങ്ങനെ തത്തിക്കളിക്കണ രംഗത്ത് നല്ല കൃത്യമായിട്ട് ആ സർക്കാരിനിട്ട് 8ന്റെ പണി കൊടുത്ത ആള് തന്നെ സാക്ഷാൽ VM സുധീരൻ. മാത്രമല്ല എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജുവും സതീഷിനെതിരെ പരോക്ഷമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഈ വിഷയം ചർച്ച കിട്ടത്. എന്നാൽ സതീഷിന്റെ മലക്കം മറിച്ചിലിനെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്ന സ്മൃതി പരുത്തിക്കാടിന് എടുത്തിട്ടലക്കി കാര്യങ്ങൾ നല്ല വെടുപ്പായിട്ട് പറയുന്നുണ്ട് ആൻഡോ അഗസ്റ്റിൻ. അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോ 250, 300 ഒക്കെ ആണല്ലോ ഇപ്പൊ നികുതി. അത് 100ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയുകയാണ്. ഞങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടി ഒരു മിനിറ്റ്, ഇതിന് മറുപടി ഉണ്ടല്ലോ, ഇതിന് മറുപടി VD സതീശൻ ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. എത്രയോ ആയിക്കോട്ടെ എന്ന്, അഴിമതി ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ 250, 300 ഒക്കെ ആണല്ലോ, അത് കുറച്ചു കൊടുക്കലാണല്ലോ ലക്ഷ്യം, അതിൽ നിന്ന് പണം സ്വരൂപിക്കലാണല്ലോ ലക്ഷ്യം. അപ്പൊ VD സതീശന് പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ VD സതീശൻ പറഞ്ഞാൽ വേറെ ആരും പറയണ്ട. കാരണം ഇതിനകത്ത് എക്സൈസ് മന്ത്രിക്ക് റോളില്ല, UDFന് റോളില്ല, ഘടകകക്ഷിക്ക് റോളില്ല, ആർക്കും ഇല്ല. എല്ലാ റോളും ആർക്കാണ്? VD സതീശൻ തന്നെയാണ്. ഇത് കറക്റ്റ് ക്ലാരിറ്റിയോടുകൂടി VD സതീശന് അറിയുകയും ചെയ്യാം. 2024 ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ബെക്കാഡി കമ്പനി മദ്യത്തിന്റെ ടാക്സ് കുറച്ച് തരാൻ അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബെക്കാഡി കമ്പനി ഇങ്ങനെ ഒരു അപേക്ഷ നൽകുമെന്ന് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് മനസ്സിലായേ? എങ്ങനെ അപേക്ഷ നൽകുന്നതിന് മുൻപ് അപേക്ഷ നൽകിയെന്ന് ചോദ്യം ചോദിക്കുകയാണ്. അവർ ചോദ്യം ചോദിക്കുന്നത് എന്താ? അപ്പൊ അതിന് മറുപടി ഇല്ല എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ മദ്യപക്ഷ കമ്പനി വേണ്ടിയിട്ടല്ലോ ഇല്ല എന്നാണ് പറഞ്ഞത്. അത് ടാക്സ് കുറയ്ക്കാനുള്ള അപേക്ഷ അതന്നെ പറഞ്ഞത്. ബെക്കാഡി ഓൾറെഡി ഉണ്ടല്ലോ മാധു, ബെക്കാഡി ഓൾറെഡി ഉണ്ടല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിലെ ആൽക്കഹോൾ അളവ് എത്രയാണ്? അനുമതിയുടെ അപേക്ഷ സമർപ്പിച്ചിരുന്നോ? അത് ഓൾറെഡി ഉണ്ടെന്ന്. അതല്ല ടാക്സ് കുറയ്ക്കുന്ന കാര്യം ചോദിക്കുക. അത് രണ്ടാമത്തെ ചോദ്യം. അതിനെ ഞാൻ പറഞ്ഞുള്ളൂ, അതേ ഞാൻ പറഞ്ഞു. അതിന് മറ്റെന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം കേരളത്തിൽ അഴിമതി, മദ്യത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ടാക്സ് കുറയ്ക്കുമ്പോൾ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷോ അന്നത്തെ ഭരണപക്ഷോ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. ഉണ്ടോന്ന് അത് അന്നത്തെ ഭരണപക്ഷോ ഇന്നത്തെ പ്രതിപക്ഷോ അന്നത്തെ പിണറായി വിജയനോ അന്നത്തെ പ്രതിപക്ഷത്തിന് വേറെ ആരുമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അഴിമതി ഉണ്ടെന്നും അതിൽ നിന്ന് പണം സ്വരൂപിക്കാൻ പോകുമെന്ന് പറഞ്ഞത് VD സതീശനാണ്. ഇന്ന് അങ്ങനെയാണോ? പണം മേടിച്ചിട്ടാണോ ഇത് കുറച്ചു കൊടുത്തത്? പറഞ്ഞാൽ കുറച്ചിട്ടില്ല. ശരി, വേണ്ട. അപ്പൊ LDFന് അത്രയും കിട്ടാത്തത്രയും പണം കുറച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത്രയും സമ്മതിച്ചാൽ മതി. മനസ്സിലായില്ലേ? 150 എന്നുള്ളത് 251 എന്നുള്ളത് 251 എന്നുള്ളത് 43% ആൽക്കഹോൾ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ. അല്ല, ഞാൻ പറയുന്നില്ല. 251 എന്നുള്ളത് 120 കുറച്ചെന്ന് പറയുമ്പോ അയ്യോ 100 താഴെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
251 എന്നുള്ള നികുതി 120 കുറച്ചു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം 100 കോടി രൂപയാണ് നികുതി കിട്ടുന്നെങ്കിൽ 50 കോടിയായി കുറഞ്ഞു. 600 കോടി രൂപയുടെ അഴിമതിയാണ് പറയുന്നത്. 600 കോടി രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരു കമ്പനി അതിന് 50% കുറച്ചു കൊടുക്കുകയാണ്. 50% കുറച്ചു കൊടുക്കുമ്പോൾ എത്രയാണ്? 300 കോടി ടാക്സ് അടച്ചാൽ മതി. അത് ആർക്ക് ഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ടാക്സ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ? 251% ടാക്സ് ആർക്കാണ്? ഏത് മദ്യത്തിനാണ്? ഏത് മദ്യത്തിനാ? കേരളത്തിൽ ഒറ്റ നികുതി സ്ലാബേ ഉള്ളൂ. ഒറ്റ നികുതി സ്ലാബേ ഉള്ളൂ. എന്താ പറ? ബിയർ മദ്യാണോ? ബിയറും വൈനും മദ്യമാണോ? അല്ല, വേറൊരു കാറ്റഗറിയാണ്. മദ്യത്തിലെ വേറെ കാറ്റഗറിയാണ്. നോക്കൂ, 2 കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്തിനാ പിന്നെ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത്? ബിയർ എന്ന് പറഞ്ഞാൽ പറയാനോ? അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പറയാനോ? വീര്യം കുറഞ്ഞ മദ്യത്തിന് സ്ലാബ് ഉണ്ടാക്കി കൊടുത്തു. അതിന് ടാക്സ് കുറച്ച് തരുന്നതാണ് കമ്പനിയുടെ ആവശ്യം. മൂന്നാമത്തെ സ്ലാബ് ആണ്. അതെ, ശരി. അതിന്റെ ടാക്സ് കുറച്ച് തരണം തന്നെയല്ലേ കമ്പനിയുടെ ആവശ്യം. അത് അംഗീകരിച്ചു. അവിടെ അഴിമതി ഉണ്ടെന്ന് പറയുന്നത്. അഴിമതി ഉണ്ടെന്ന് പറയുന്നത് വേറെ ആരുമില്ല. അത് അഴിമതി ഉണ്ടെന്ന് പറയുന്നത് വേറെ ആരുമില്ല. അതല്ലെങ്കിൽ ആദ്യം കേൾപ്പിച്ചത് 120% വ്യത്യാസമാണ്. 170, 250 ആക്കി അറിയുന്നത്. അത് കുറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് LDF സർക്കാർ ചെയ്തു കൊടുക്കും. അത് LDF സർക്കാർ ചെയ്യാൻ പോകുന്നു. ശരി, അത് LDF സർക്കാർ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കോടികളുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ആൾ വി ഡി സതീശനാണ് അല്ലേ? 100 താഴെ വെറുതെ പറയുന്ന ആർക്കാ ഇങ്ങനെ വാദിക്കാൻ പാടുവോ? 20% വേണ്ടി ബാധിക്കുകയാണ്. 251, 120 ആകുമ്പോൾ 100 താഴെ എന്ന് പറഞ്ഞാൽ 20% വ്യത്യാസമല്ലേ ഉള്ളൂ. അത് ബിയറിന്റെ വൈൻ്റെ കൂടെ കണക്ക് കൂട്ടു സാർ. 116, ശരി, ഞാൻ ബാക്കിയെല്ലാം വിടും. ഈ വി ഡി സതീശൻ അന്നത്തെ ആരോപണം എന്തായിരുന്നു പറ? അതല്ലേ പറഞ്ഞത്. ഞാൻ കേട്ടു. അതിനെ പറയുന്നത് എന്താ അന്നത്തെ ആവശ്യം? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറച്ച് കൊടുക്കുന്നത് അഴിമതിയാണ് എന്നുള്ളതാണ്. അത് 250 അദ്ദേഹം പറഞ്ഞെന്താണ്? അന്നത്തെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താ? 250, 300 ഒക്കെ ആണല്ലോ ടാക്സ്. അപ്പൊ 250, 300 ആയിരുന്നോ? അല്ലല്ലോ, 251 മാത്രമല്ലേ ഉള്ളൂ. ഇന്ന് 300 പറഞ്ഞെന്തിനാ? ഇത്ര ക്ലാരിറ്റിയോടുകൂടി വർദ്ധാറ്റം പറയുമ്പോഴാണ് പറയുന്നത് 250, 300 ഒക്കെ ആയിരുന്നല്ലോ ടാക്സ്. ഇപ്പൊ എന്തിനാ 251 മാത്രം പറഞ്ഞാൽ പറയുന്നു? അത് അങ്ങനെ ക്ലാരിറ്റി അദ്ദേഹം പറയുന്നത് 251 ടാക്സ് 100 താഴെയാക്കി കുറയ്ക്കാന്നല്ലോ. അദ്ദേഹം പറഞ്ഞു പോയത് എന്താണ്? അവിടെ വലിയൊരു അഴിമതി നടക്കാൻ പോകുന്നു ഈ പറയുന്ന നികുതി കുറച്ചു കൊടുക്കുന്നതിൽ. അതിന്റെ അകത്ത് 251 പ്രാഥമികമായ ഒരു കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ബക്കാഡി ബ്രേസർ കേരളത്തിൽ ഇല്ലാത്തത്? 251% നികുതി എങ്കിൽ അവർക്ക് നഷ്ടമാണ്. അത് കുറയുമ്പോൾ ആർക്കാണ് ലാഭം? അവർക്കാണ് ലാഭം. അത്രേ ഉള്ളൂ. അത് വേറെ ആരുടെ അഴിമതി ആരോപണമല്ല. ആ അഴിമതി ആരോപണം വി ഡി സതീശന്റെ തന്നെയാണ്. അദ്ദേഹം അത് ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം ഇത് ഞാൻ പറയുന്നത് എന്താ അറിയോ? അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ 5 വർഷത്തിടയ്ക്ക് നോക്കുമായിരുന്നു. 5 വർഷത്തിനിടയ്ക്ക് ഒരു 200 കോടി രൂപയ്ക്കോ 100 കോടി രൂപയ്ക്കോ മേലെയുള്ള രണ്ടാമത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 200 കോടി രൂപയ്ക്കോ 100 കോടി രൂപയ്ക്കോ ഒരു അഴിമതി ആരോപണം പോലും ഇടതുപക്ഷ സർക്കാരിനെതിരെ UDF പറയാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു UDF സർക്കാർ അധികാരത്തിൽ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു സർക്കാരിന്റെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തെത്തി 30 ദിവസം, 1 മാസം കൊണ്ട് എന്താണ് അളിയൻ വിവാദം, PM ശ്രീ വിവാദം, അത് കഴിഞ്ഞിട്ട് GP വിവാദം, അത് കഴിഞ്ഞിട്ട് ഏതാണ് മദ്യനയ വിവാദം, അല്ലെങ്കിൽ എന്താ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞൊരു വിവാദം. എന്തൊരു ഏത് രീതിയിലാണ് കേരള ജനങ്ങൾ കാണിക്കുന്നത്? ഇതൊന്നും UDFന്റെ നയ അല്ലതാനും. ഇന്ന് VM സുധീരൻ പറഞ്ഞെന്താ? ഇത് പ്രകടന പത്രികയ്ക്കെതിരാണ്. ആരുടെ പ്രകടന പത്രിക? UDFന്റെ പ്രകടന പത്രികയ്ക്കെതിരാണ് ഈ നയം, ഈ നിലപാട് എന്ന് പറയുകയാണ്. അത് ഒരു കാര്യത്തിലല്ല, 2 കാര്യത്തിനകത്ത്, ധാതു ധവണങ്ങളുടെ കാര്യത്തിനകത്തും തീരം കുഴിച്ചെടുക്കുന്നതിന്റെ കാര്യത്തിനകത്തും ഇതുപോലെ തന്നെ ഈ മദ്യനയത്തിന്റെ കാര്യത്തും. അത് മാത്രമല്ല പറയുന്നത്, ഇത് പുനഃപരിശോധിക്കണമെന്നല്ല, പിൻവലിച്ചേ തീരൂ എന്ന് പറഞ്ഞത്. ഈ 2 നിലപാടുകളും പിൻവലിച്ചേ തീരൂ. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കണ്ട കേട്ടോ. ഇത് പ്രതിപക്ഷം ഈ പറഞ്ഞ VS സുധീരന് മാത്രം മറുപടി കൊടുത്താൽ മതി. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശന് മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും പുറകെ നിന്നതും ബൈറ്റ് കൊടുത്തതും ഒക്കെ ആരാ? ഈ പറയുന്ന VS സുധീരനാണ്. ആ VS സുധീരനൊന്ന് വി ഡി സതീശൻ മറുപടി കൊടുത്താൽ മതി. എന്തിനാണ് ഈ പറയുന്ന നിലപാട് സ്വീകരിച്ചത്? എന്തിനാണ് 251 എന്നുള്ള സാധനം 251 രൂപ 120 ആക്കാൻ പോയത് എന്നൊന്നും പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഇതാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ പുതിയൊരു നരേറ്റീവ് വരികയാണ്. ഇത് മദ്യനയം അല്ല പോലും. ഒരു നയം പ്രഖ്യാപിച്ച് ആ നയം UDFിൽ ചർച്ച ചെയ്ത് ആ നയം നടപ്പിലാക്കുമ്പോൾ പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ്. അങ്ങനെയല്ലേ? ആദ്യം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് നയം അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമോ? ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാൽ നയാവോ? പിന്നെ അങ്ങനെയുണ്ട്. പിന്നെ അതിനെ പ്രഖ്യാപിക്കാം, പിന്നെ നടപ്പിലാക്കി കഴിഞ്ഞാണ് നയം പ്രഖ്യാപിക്കുന്നത്. ഒരു നയം തീരുമാനിച്ചതിന് ശേഷം നടപ്പിലാക്കുന്ന സ്ഥലമല്ല ബഡ്ജറ്റ്. അല്ലാതെ ആദ്യം പ്രഖ്യാപിച്ച ശേഷം നിന്റെ നയം ഉണ്ടോ? എന്ത് നയം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷത്തിന് ശരി 900 ബാർ 800 ബാർ എന്നൊക്കെ നയം ഉണ്ടായിരുന്നു. ആ നയമാണ് ആദ്യം നയമാണ് ഉണ്ടാക്കിയത്. അത് UDFിൽ ചർച്ച ചെയ്ത് LDFിൽ ചർച്ച ചെയ്ത് ഘടകകക്ഷിയോട് ആലോചിച്ച് ഒരു നയം തീരുമാനിച്ചു. ആ നയം അവരെ മന്ത്രിസഭയിൽ നടപ്പിലാക്കി. അങ്ങനെയല്ല നടപ്പിലാക്കിയത്. ഇത് നേരെ തിരിച്ചാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഞാൻ ടീം UDF ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് എന്താണ് പിന്നെ ഒള്ളി VD ആയി മാറി.
ഒള്ളി വീഡിയായി ടീം UDF എന്ന് പറഞ്ഞാൽ ഒള്ളി വീടി ഞാൻ മാത്രം തീരുമാനിക്കും, ഞാൻ തന്നെ നടപ്പിലാക്കും, ഞാൻ തന്നെ പോകും. ആരോടും ചോദിക്കേണ്ട, മന്ത്രിമാരോട് ചോദിക്കേണ്ട, ഘടകകക്ഷിയോട് ചോദിക്കേണ്ട, ആരോട് ചോദിക്കേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.